ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എജുപോർട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ കഴിഞ്ഞിട്ട് നേരെ +2 എത്തിയ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി എന്താണ് എജുപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ഞാൻ ഇവിടെ ചോദിച്ചു വെച്ചിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ +2 എങ്ങനെ പോകുന്നുണ്ട്? ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തുടങ്ങിയല്ലേ? ജൂൺ തുടങ്ങിയപ്പോൾ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയൊക്കെ ക്ലാസ്സൊക്കെ പോകുന്നുണ്ടാവും. അത്യാവശ്യം ഇതിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് +2, അല്ലെങ്കിൽ +1 പോലെയാണോ +2, അല്ലെങ്കിൽ +2 പഠിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും. അപ്പോൾ മിക്കവാറും പേരോട് ചോദിക്കുമ്പം എല്ലാവരും പറഞ്ഞിരുന്നത് എനിക്ക് കിട്ടിയൊരു കമൻറ്റ് ഇതായിരുന്നു കേട്ടോ, അത്രയ്ക്ക് വലിയ സുഖമൊന്നുമില്ലാന്ന്, അല്ലെങ്കിൽ അത്ര വലിയ മെച്ചമൊന്നുമില്ല, അത്ര വലിയ സുഖം തോന്നില്ല, +1 ആയിരുന്നു ഒന്നുകൂടെ നല്ലത്. ഇതാണ് മിക്കവാറും പേര് എന്നോട് പറഞ്ഞിരുന്ന കാര്യം. നിങ്ങൾ മിക്കവാർക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു കമൻറ്റും ഇത് തന്നെയായിരിക്കും, അത്ര സുഖമൊന്നുമില്ല ഇവിടെ പഠിക്കാൻ, +2 പഠിക്കാൻ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആദ്യം ഞാനത് പറഞ്ഞത് വേറെ ഒന്നുമല്ല. നിങ്ങൾ +1 ആദ്യം നിങ്ങൾ പഠിച്ചു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്താണ് ഇൻട്രൊഡക്ഷൻ മാത്രം? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, ആദ്യം നമ്മൾ കളിക്കുന്ന ഒരു ഈസി ടാസ്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഈസി ടാസ്ക് മാത്രമാണ് നിങ്ങൾ +1 കഴിഞ്ഞത്. ഈ +1 അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തുന്ന ആൾക്കാരുണ്ടാവും, നല്ല പോലെ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാരുണ്ടാവും, ആവറേജ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പാസ്സായിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഈ 3 കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് +2 എത്തുമ്പോൾ ഉണ്ടാവുക. ഈ പറയുന്ന ആൾക്കാരിൽ മിക്കവാറും പേരും പാസ്സായി പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ +2 പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇത് വലിയൊരു ടാസ്ക് ആയിട്ട് കാണാറുണ്ട്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എന്താ കാരണം? വേറൊന്നുമില്ല, ഈ റിസൾട്ട് നോക്കിക്കോട്ടോ. ഈ പറയുന്ന +1 2025 +1 റിസൾട്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഈ 62% മാത്രമാണ് അവിടെ വിജയ ശതമാനം. എത്ര? 62%. എന്നാൽ നിങ്ങൾ നോക്കി +2 എത്ര ഉണ്ടറിയോ? 77%. യെസ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, +1 വിജയ ശതമാനം കൂടുതൽ എവിടെയാണ്? +2 ആണ്. നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, കാരണം കൂടുതൽ കുട്ടികൾ ജയിക്കുന്ന +2 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കും അതൊരു പ്രതീക്ഷയാണ് അല്ലേ? പക്ഷേ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. 4,11,824 കുട്ടികളാണ് ഈ കഴിഞ്ഞ +1 പരീക്ഷ എഴുതിയത്. നിങ്ങളെക്കാൾ എണ്ണം കൂടുതലാണ് അവർ, കാരണം കൂടുതൽ സീറ്റൊക്കെ അനുവദിച്ച് പുതിയ ബാച്ചിലായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ച ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ ഈ 4,11,824 പേര് പരീക്ഷ എഴുതിയിൽ നിങ്ങൾ നോക്കുക 62% പാസ്സായിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിന് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? വേറെ ഒന്നുമല്ല മക്കളെ. ഇക്കഴിഞ്ഞ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന കാര്യം തരോ, 2020 കോവിഡ് വന്നു. ആ കോവിഡ് വന്നതിന് ശേഷം 2023 വരെ ഗവൺമെൻറ് നടത്തിയ എക്സാമുകളൊക്കെ കുറേ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് പഠിച്ചു പോയ ആൾക്കാരൊക്കെ വിചാരിച്ചെന്ത്, ഓക്കെ ഇനി ഇതേ പാറ്റേണിലായിരിക്കും വരിക, അപ്പോൾ എന്ത് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, അത് ഉഷാറായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പാസ്സാവും, ആ ഒരു മൈൻഡിലൊന്നും. പക്ഷേ അങ്ങനെ നിന്നിരുന്ന പലർക്കും അടി കിട്ടിയ സംഭവമായിരുന്നു ഈ പറഞ്ഞ 2024, 2025 പരീക്ഷകൾ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ പലരും പരീക്ഷനാണോ സാറേ എന്ന് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ്റെ നിലവാരം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്, ഇതൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ, ഈ ചോദ്യമൊക്കെ ഞാൻ എവിടെയാണ് കണ്ടത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ എവിടെയാണ് സാറേ ഇപ്പോൾ ഉള്ളത്, ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് ചോദിക്കുന്നത്, ഇതൊക്കെ എവിടെയാണ് ചേർത്തിരിക്കുന്നത്, ഇങ്ങനെ പല ഡൗട്ടുകളായിട്ട് അവർ നിന്നത് ഈ 24, 25. പക്ഷെ ഒരൊറ്റ കാര്യം, നിങ്ങൾ പഠിച്ച അതേ കണ്ടന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളതാണ് പലർക്കും മനസ്സിലാകാതെ പോയ കാര്യം. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാരണം? വേറെ ഒന്നുമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ മാറ്റി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എന്ത് ചെയ്തു, നമ്മളും മാറിയിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ +1, +2 പരീക്ഷകളുടെയൊക്കെ നിലവാരം ഇനി എന്ത് ചെയ്യുള്ളൂ, ഇനി കൂടെ ഉള്ളൂ, താഴേക്ക് പോകുന്ന ആരും പ്രതീക്ഷിക്കണം. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് 3-4 വർഷമായില്ലേ. അന്ന് 5-ലും 6-ലും 7-ലൊക്കെ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തു, +1, +2 ഒക്കെ എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് നോർമലി പറയുകയാണെങ്കിൽ അവരൊക്കെ മുതിർന്ന കുട്ടികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കുറേ എന്താണ് നമുക്ക് സിമ്പിളായിട്ട് കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, സിമ്പിൾ എക്സാം ഒരിക്കലും പ്രതീക്ഷിക്കരുത് മക്കളെ. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും തോറ്റു പോകുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, 54,270 പേർക്കാണ് ഇക്കഴിഞ്ഞ +1 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയത്. നിങ്ങൾ നോക്കുക, 4 ലക്ഷത്തോളം കുട്ടികളിൽ വെറും 54,000. അതായത് എത്ര വരും? നമുക്ക് ഏകദേശം കൺവേർട്ട് ചെയ്ത് തന്നെ കിട്ടും. ഈ പറഞ്ഞ 4 ലക്ഷത്തിൻ്റെ എത്ര ഭാഗമാണ് ഈ പറഞ്ഞ 50,000? നമുക്ക് നോക്കാം, ഒരു 10-12% അല്ലേ? യെസ്, നമുക്കൊരു 12% കൂട്ടി പോകും, പോട്ടെ 15% നിന്ന് തന്നെ നിങ്ങളെടുത്തോളൂ. അതായത് 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ അതിൽ 15 കുട്ടികൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഒരു സ്കൂളിൽ ഫുൾ A+ കിട്ടുന്നുള്ളൂ. അത് നല്ല കണക്കല്ലേ സാറേ? 100 കുട്ടികൾ പരീക്ഷ ചെയ്ത് 15 പേർക്ക് കിട്ടുന്നില്ലേ? ഇത് 15 പേരെന്ന് പറയുന്ന ആരാണ്? 100 കുട്ടികൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 100 കുട്ടികൾ പരീക്ഷ ചെയ്താൽ അതിൽ 15 പേർക്ക് കിട്ടുന്നുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ്റെ നിലവാരം കൂടിയപ്പം മാർക്ക് കിട്ടുന്നവരുടെ എണ്ണം കുറഞ്ഞു, അത്രേ ഉള്ളൂ സംഗതി. ഇനി അടുത്ത് നോക്കിക്കോ, ഈ 2025 +2 പരീക്ഷ നമുക്കറിയാം ഒരു വിജയ ശതമാനം കൂടുതലല്ലേ, 77.81. പക്ഷെ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട കാര്യം തരണം, വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന 2024
2024 +2 പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, അവിടെ വിജയ ശതമാനം വെറും 78% നമ്മൾ പറയും. എത്ര? 78. പക്ഷേ ഇപ്പോൾ ഇവിടെ 77 സംഭവിച്ചത്. എന്താ കാരണം? ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ 2024 ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് 25 എത്തിയപ്പോൾ ഒന്നുകൂടി കൂട്ടി. സ്റ്റാൻഡേർഡ് കൂട്ടി, വേറെ ഒന്നുമല്ല സംഭവിച്ചത്. അപ്പോൾ 78.69% എന്ന് പറഞ്ഞാൽ 79% തന്നെ എടുത്തോ, 77 എന്നുള്ള 78 തന്നെ എടുത്തോ. ഏകദേശം 1% കുറവ് വന്നു, വിജയ ശതമാനത്തിൽ അത് കുറവ് വന്നു. എന്താ കാരണം? മണ്ടന്മാരാണ് പഠിച്ചതാണോ? അല്ല, ഏറ്റവും മികച്ച കുട്ടികൾ തന്നെയാണ് +2 പരീക്ഷയൊക്കെ ഇക്കഴിഞ്ഞ വർഷങ്ങൾ എഴുതിയത്. പക്ഷേ വിജയ ശതമാനം കുറയാൻ കാരണം ക്വസ്റ്റ്യൻ്റെ നിലവാരം മാറി. ക്വസ്റ്റ്യൻ്റെ നിലവാരം മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പലർക്കും ഈ ക്വസ്റ്റ്യൻ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ ഫാക്റ്റുകൾ വെച്ചുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ +2 പരീക്ഷ ഇക്കഴിഞ്ഞ പരീക്ഷ എഴുതി 4,44,000 കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, ഇക്കഴിഞ്ഞ ഏറ്റവും ഇക്കഴിഞ്ഞ 2018 മുതലുള്ള വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ +2 പരീക്ഷയാണ്. 4,40,000 പേര് എഴുതിയ പരീക്ഷയാണ്. 4,44,807 പേരാണ് കഴിഞ്ഞ +2 പരീക്ഷ എഴുതിയത്. അതിൽ വിജയിച്ചവർ 77% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴുവൻ പേരും വിജയിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 30,000 കുട്ടികൾക്കാണ് എന്തുള്ളത്? ഫുൾ A+ കിട്ടിയത്. 30,145. നിങ്ങളിനി 30,000 തന്നെ എടുത്തോ, റൗണ്ട് ചെയ്ത് 30,000. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 30,000 കുട്ടികളാണ് 2025 ഫുൾ A+ വാങ്ങിയിട്ടോ. എൻ്റെ ചോദ്യം ഇതാണ്, 2023 ഈ പറഞ്ഞ കുട്ടികളെല്ലാം എവിടെയായിരിക്കും? 10ാം ക്ലാസ് പഠിച്ച കുട്ടികളായിരിക്കും, ഉറപ്പല്ലേ? 10ാം ക്ലാസ് പഠിച്ച കുട്ടികളായിരിക്കും. ഇവരൊക്കെ 10ാം ക്ലാസ് പഠിച്ച കുട്ടികളായിരിക്കും. അന്ന് മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 30,000 കുട്ടികൾക്ക് ഫുൾ A+, അന്ന് 70,000 കുട്ടികൾക്കാണ് ഫുൾ A+. 70,000 കുട്ടികൾക്കാണ് അന്ന് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ 70,000 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയെന്ന് പറയുമ്പം അന്ന് 70,000 കുട്ടികൾ എന്താണ്? ഏറ്റവും മികച്ച് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളല്ലേ. പക്ഷേ 2025 അവർ പാസ് ഔട്ട് ആയപ്പോൾ 2025 +2 പാസ് ഔട്ട് ആയപ്പോൾ വെറും 30,000 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി. എന്താ ഇവിടെ സംഭവിച്ചത്? വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ 40,000 കുട്ടികൾക്ക് അപ്പോൾ വെറുതെ ഭാഗ്യത്തിന് കിട്ടിയതായിരുന്നു ഫുൾ A+? ഒരിക്കലുമല്ല. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് കിട്ടിയത്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. പക്ഷേ +2 എത്തിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ കഷ്ടപ്പാട് അവർ കുറച്ചു. അവർ കഷ്ടപ്പെടാൻ കുറേ പേര് തയ്യാറായില്ല. അത് മാത്രമല്ല, സബ്ജക്റ്റിനോടുള്ള താല്പര്യം പോയി. പിന്നെ +2 ഒക്കെ അല്ലേ, അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഇതൊക്കെ +2 ലൈഫല്ലേ, ലൈഫ് ഈസ് വൈബ്, ഫുൾ ഈസ് വൈബ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പിന്നാലെ കുറേ പേര് നടന്നിട്ടുണ്ടാവും. പലർക്കും എന്തായിരിക്കും? ഈ പല കാരണങ്ങൾ കൊണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചോ, ആ ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം അവരുടെ കൂടെ ഉണ്ടാവില്ല. ഈ ഭാഗ്യം ആരുടെ കൂടെ ഉണ്ടാവുക? ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞാൽ, ഏറ്റവും നന്നായിട്ട് കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ ഭാഗ്യം എപ്പോഴും നിൽക്കും. കാരണം എന്താ പറയുക? കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ വിജയിക്കാനാണ് ഭാഗ്യത്തിനോട് ആഗ്രഹമുള്ളത്. അപ്പോൾ ഈ ഭാഗ്യത്തിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു വെച്ചാൽ പോലും 70,000 കുട്ടികളുണ്ടായിരുന്ന 30,000 കുട്ടികളുടെ ചുരുങ്ങിയെങ്കിൽ പകുതിയുടെ മുകളിലാണ്, പകുതിനേക്കാളും കൂടുതലാണ് അല്ലേ. അത് 35,000 പോലുമില്ല, പകുതിയുടെ അത്ര ആൾക്കാർ പോലുമില്ല ഈ പറഞ്ഞ 2025 ഫുൾ A+ വാങ്ങിയത്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോട്ടോ, +2 പരീക്ഷ 2024 39,000 കുട്ടികൾക്ക് എന്തുണ്ട്? ഫുൾ A+ ഉണ്ട്. ഓക്കെ. പക്ഷേ 2025 +2 പരീക്ഷയിൽ ഫുൾ A+ 30,000 കുട്ടികളുള്ളൂ. ഇത് ഞാൻ ഇവിടെ പറഞ്ഞത് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മാത്രമാണോ? അല്ല, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 സ്ട്രീമിലും പഠിച്ച ആൾക്കാരുടെ എണ്ണ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 30,000 കുട്ടികൾ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 9,000 കുട്ടികൾക്ക് 2024 വെച്ച് നോക്കുമ്പം 9,000 കുട്ടികളുടെ എണ്ണം എവിടെ കുറവാണ്? ഫുൾ A+ ലിസ്റ്റിൽ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, 100-ന് മുകളിലെ കുട്ടികളാണ്. ഓക്കെ, 100-ന് മുകളിലെ കുട്ടികൾക്കായിരുന്നു 2024 1,200 മാർക്ക് കിട്ടിയത്. 100-ന്റെ മുകളിലെ കുട്ടികൾക്കാണ്. പക്ഷേ 2025 റിസൾട്ട് വന്നപ്പം വെറും 41 കുട്ടികൾക്കാണ് എന്തുള്ളത്? ഈ പറഞ്ഞ 1,200 ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം തരോ, എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം 100-ന്റെ മുകളിൽ കുട്ടികളുണ്ടായിരുന്നത് ഈ വർഷം എന്തുകൊണ്ട് 41 കുറഞ്ഞു? ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ മാറി. എക്സാമിൻ്റെ നിലവാരം കൂട്ടി. എക്സാമിന് നിലവാരം കൂട്ടിയപ്പം കുട്ടികൾ ആ നിലവാരത്തിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? രണ്ടും കൂടി മിസ്മാച്ച് ചെയ്തിട്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ ഒരു കുറവ് വന്നത്. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത്? അതുകൂടി ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എടുത്തൊരു എഫേർട്ട് ഉണ്ട് അല്ലേ. നിങ്ങൾ SLC, ഈ പറഞ്ഞ ആൾക്കാർ SLC പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നത് 2023, നിങ്ങൾ SLC പാസ്സായത് 2024 അന്ന് നിങ്ങളെടുത്തൊരു എഫേർട്ട് ഉണ്ട്. അതേ എഫേർട്ട് ഈ പറഞ്ഞ +2 പരീക്ഷയിൽ നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. പക്ഷേ ഫുൾ A+ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇല്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിച്ച സ്റ്റൈൽ വെച്ചിട്ട് എവിടെ പഠിക്കാൻ പറ്റില്ല? +1 +2 പഠിക്കാൻ പറ്റില്ല. അത് മുൻപ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് +1 നിങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. 10ാം ക്ലാസ്സിൽ എടുത്ത എഫേർട്ട് കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ
ഫുൾ എ പ്ലസ് നേടാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം ഇല്ല എന്ന് പറയാം. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ അതിനൊരു എക്സ്ട്രാ എഫേർട്ട് കൂടി വിടണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞൊരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ട് അല്ലേ. എന്താണ് എക്സ്ട്രാ എഫേർട്ട്? വേറെ ഒന്നുമില്ലടാ, നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനെന്ത് വേണം, നമ്മൾ ആദ്യം കാണിച്ചിരുന്ന അതേ ഹാർഡ് വർക്ക് മൈൻഡ് നമുക്ക് വേണം അല്ലേ. അതേപോലെ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാണ്, നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കാനുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. വേറെ ആരുമല്ല, എഡ്യൂബോർഡിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ഒന്നുമല്ല മക്കളെ, നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാൻ ഇവിടെ ഒന്ന് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ പറഞ്ഞ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, 70,000 കുട്ടികളിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞത് നമുക്ക് എത്ര കിട്ടിയത്? വെറും 30,000 കുട്ടികളുടെ എണ്ണമായിട്ട് ഫുൾ എ പ്ലസ് കുറഞ്ഞു. ഇത് ഫുൾ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പാസ്സായവരുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് പിന്നെയും എന്താണ്, കുറേ ഭീകരാന്തരീക്ഷമല്ലേ. അതായത് 99% വിജയശതമാനം ഉണ്ടായിരുന്ന ബാച്ചാണ്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ SLC കഴിഞ്ഞപ്പം +2 കഴിഞ്ഞപ്പോൾ അവർ എത്രയായി? 77% ചുരുങ്ങി. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ്, ഈ 22% കുട്ടികളും മണ്ടന്മാരായിരുന്നു? ഒരിക്കലല്ല. +2 എത്തുമ്പോൾ പഠിക്കേണ്ട സ്റ്റൈലിൽ അവർ പഠിച്ചില്ല, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തില്ല. +2ൻ്റെ വൈബിൻ്റെ പിന്നാലെ അങ്ങനെ നടന്നുപോയി. +2ന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടം നിങ്ങളുടെ +2 ജീവിതത്തിനാണ് ഞാൻ പറയും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനത്തെ വർഷമാണ് +2 എന്ന് പറയുന്നത്. അത് മാത്രമല്ല, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷം നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് +2 പാസ്സായിട്ടില്ലെങ്കിൽ അപ്പോഴും നിങ്ങളുടെ യോഗ്യത വെറും 10ാം ക്ലാസ്സാണ്. 2 വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിൽ. അല്ലാതെ 10ാം ക്ലാസ്സിൻ്റെ മേലത്തേക്ക് യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നില്ലേ. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മക്കളെ, ഈ വരുന്ന ജൂൺ 18 നമ്മുടെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, സൂപ്പർ ബാച്ച് എന്ന് കൊടുത്തത്. സൂപ്പർ ബാച്ച് എന്ന് പറയുമ്പം നമ്മുടെ 4ാമത്തെ ബാച്ചാണ്. ഈ 4ാമത്തെ ബാച്ച് എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം +1 എങ്ങനെയായിരുന്നു എഡ്യൂബോർഡ് നിങ്ങളുടെ കൂടെ നിന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്ത പലരും ഉണ്ടാവും, കഴിഞ്ഞ വർഷം ബാച്ചിലുണ്ടായിട്ട് ഉള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ ബാച്ചിനെ കുറിച്ച് അറിയാതെ പോയ ആൾക്കാരുണ്ടാവും, കഴിഞ്ഞ വർഷം വെറും ലൈവ് മാത്രം കണ്ട ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആരും ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികളായിക്കോട്ടെ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കളെ. ഈ കഴിഞ്ഞ വർഷം +1 നിങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് എഡ്യൂബോർഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ ഫോളോ അപ്പ് ചെയ്തിരുന്ന നിങ്ങൾക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്ന കാര്യം നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഈ വീഡിയോൻ്റെ തൊട്ട് താഴ്ന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നത്. കാരണം നിങ്ങൾക്കറിയാം എത്രത്തോളം എഡ്യൂബോർഡ് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്, ഓരോ അധ്യാപകരും നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം കൂടെ നിന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. മക്കളെ, എഫേർട്ട് എടുത്ത് കൂടെ നിൽക്കാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ എഡ്യൂബോർഡ് തയ്യാറാണ്. അതിന് ഏറ്റവും മികച്ച സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുണ്ട്. ഡെയിലി കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എവിടെയൊക്കെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം തുടങ്ങി നിങ്ങളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അതേപോലെ നിങ്ങളുടെ കൃത്യമായിട്ട് അതിനെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മെൻറ്റർ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ ചോദിക്കാൻ ഒരാളുണ്ടാവും, ചോദിക്കാനും പറയാൻ ആളുണ്ടാകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും അല്ലേ. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി പറയാനുള്ള കാരണം, ഏറ്റവും മികച്ച ഈ പറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ള ക്വാളിഫിക്കേഷനും അതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സായിട്ടുള്ളത്. അത് കണ്ടന്റ് ഡെലിവറിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ മികച്ച അധ്യാപകരുടെ ഒരു കൂട്ടായ്മ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളെടുക്കുന്ന എഫേർട്ടിൽ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഓരോ കീറി മുറിച്ച അനാലിസിസും പ്ലസ് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കേരളത്തിലെ എഡ്യൂബോർഡിന് മാത്രമേ ഇങ്ങനെ സംഭവമുള്ളൂ അല്ലേ. അപ്പോൾ എന്താ സംഗതി, വേറെ ഒന്നുമല്ല, നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾ കീറി മുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താ പഠിച്ചത്, എന്തൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാത്തതുണ്ട്, അറിഞ്ഞതുണ്ട് എന്നുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ് അഡാപ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സ് മാത്രം നിങ്ങൾ നോക്കുക മക്കളെ. ഈ 4 ഫീച്ചേഴ്സ് കൊണ്ട് മാത്രം നിങ്ങൾ എഫേർട്ട് എടുക്കാനും കൂടി തയ്യാറാണെങ്കിൽ ഈ പറയുന്ന +2 പരീക്ഷ, നിങ്ങളുടെ +2 പരീക്ഷ മറക്കണ്ട, 2026 +2 പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഫുൾ എ പ്ലസ് കിട്ടുന്ന ഒരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കരിയർ തന്നെ മാറാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, അതിന് ഏറ്റവും മികച്ച ക്ലാസ്സുകളായിട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 18 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ മറക്കണ്ട, എല്ലാവരും കൃത്യമായിട്ട്, ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. വേറെ ഒന്നുമല്ല, +1 നിങ്ങളുടെ കൂടെ എഡ്യൂബോർഡ് നിന്ന സമയത്ത് എന്തായിരുന്നു +1 പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ +1 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഡ്യൂബോർഡ് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ള നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് തൊട്ടതായ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുമെന്ന വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ മൈൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.